ഹലോ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇതാ നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. വയനാട്ടിൽ മുട്ടിൽ യത്തീംഖാന എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിൽ നമ്മൾ കൂടെ പോകുന്നതിൽ കുറച്ച് ആൾക്കാരൊക്കെ ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിന്. ഇത് ഉപ്പാൻ്റെ ടീംസ്, അതായത് ഉപ്പാൻ്റെ ആൾക്കാരാണ്, ഉപ്പാൻ്റെ പെങ്ങന്മാർ, പിന്നെ ഏട്ടനനിയന്മാർ, ഓളകൾ, മക്കൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ അപ്പന്മാർ എല്ലാവരും ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ കയറിയാൽ തന്നെ വോമിറ്റ് ചെയ്യേണ്ട ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ വോമിറ്റ് ചെയ്തിന് ഭയങ്കര ഇടങ്ങാറാണ് അത് യാത്ര ചെയ്യുമ്പോൾ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം എല്ലാവരും എടുത്ത് വരിക ചെയ്തിന്. എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കഴിച്ച് എല്ലാവരും ഉണ്ടാക്കിയത് ഒരു പ്ലേറ്റിൽ ഓരോരാളായിട്ട് എടുത്തിട്ട് ഇഷ്ടമുള്ളതെല്ലാം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിന്. യാത്ര ചെയ്യുമ്പോൾ എനിക്കെന്തോ തീരെ ഭക്ഷണം അങ്ങനെ ഇറങ്ങൂല. വീട്ടിലിരിക്കുമ്പോൾ എത്ര വേണമെങ്കിലും കഴിക്കും, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആളാണ് ഞാൻ. പിന്നെ ഐസി മിഥുന നോക്കിയിട്ട് കളിക്കാന്ന്. വാവ ഉണ്ട്, എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളെ വാവ ഇങ്ങനെ ഇതാക്കിയിട്ട് കളിക്കാന്ന്. ഇത് നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാനിലേക്ക് കയറാണ്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നീട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ മുട്ടിൽ യത്തീംഖാനയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു മലകളൊക്കെ കണ്ടിട്ട് പ്രകൃതി ഭംഗിയായ സ്ഥലമെല്ലാം കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വോമിറ്റ് ചെയ്യേണ്ട ടെൻഡൻസി ഉണ്ടായിട്ട് ഞാൻ ഉപ്പാൻ്റെ അനിയൻ്റെ മോളോട് തന്നെ പറഞ്ഞിട്ട് അവൾ കുറച്ച് ഷൂട്ട് ചെയ്ത് തരേതിന്. നമുക്ക് ഫോൺ തന്നെ എടുക്കുമ്പോൾ എന്തോ ഒരു തലകറക്കം പോലെയായിരുന്നു. നമുക്ക് പൊതുവേ യാത്ര ചെയ്യുമ്പോൾ, ദൂരെ യാത്ര ചെയ്യുമ്പോഴെല്ലാം അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ. യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ഭയങ്കര ഇടങ്ങാറാണ്. അങ്ങനെ കുറേ ദിവസവും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നല്ലേ പറയുക ഏത് നമ്മളെ വയനാട്. പിന്നെ നമ്മളെ ഉപ്പാൻ്റെ ടീംസിൽ കുറച്ച് പേര് മിസ്സായിട്ടുണ്ടായിന്, അതായത് വന്നിട്ടുണ്ടായിട്ടില്ല. അവരെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടായിട്ടില്ല. അവരെല്ലാം വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടായിന്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. അവിടെ നിന്നൊരു പിക്ക് എടുക്കണമെന്നെല്ലാം ഉണ്ടായിന്, പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ നല്ല നല്ല സ്ഥലം കാണുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്നല്ലാണ്ട് വേറെ ഇങ്ങനെ എവിടെയും ഇറങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഇറങ്ങിയതാകെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ എവിടെയെല്ലാം പോകാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ന് റിട്ടേൺ ഉണ്ട്. 1 ഡേ ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതേ ഉണ്ടാവും ഇന്ന്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോകാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ അടച്ചാൽ. എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു. എങ്ങനെ അത് പറയാമെന്നറിയില്ല, പക്ഷെ കുറേ ആൾ വരാണ്ടുണ്ട്. പിന്നെ ഇതിൽ കൊള്ളുന്നത്ര ആൾക്കാരുണ്ടായിന്. മക്കളെയെല്ലാം മടിയിലൊക്കെ ഇരുത്തിയിട്ടാണ് പോയിട്ടുണ്ടായിന്, ചെറിയ മക്കളെയെല്ലാം. അവർക്കായിട്ട് അങ്ങനെ സീറ്റൊന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇതാക്കിയിട്ടില്ല. അങ്ങനെ നമ്മൾ മുട്ടിൽ യത്തീംഖാനയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മളിതാ വാനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കലാണ് എവിടെയെന്നെല്ലാം. പിന്നെ കുറേ ആൾ നമ്മളെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിന്. അങ്ങനെ അവിടെ കയറിയപ്പോൾ അവരെ വക ചായയൊക്കെ തന്നിട്ടുണ്ടായിന്. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇത് നടത്തുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവരെ വക ഫ്രീ ആയിട്ട് തന്നെ ഉള്ളതാണത്. അത് ഒരു ദിവസം ഒരാൾ തന്നെ ആക്കുന്ന, എല്ലാവർക്കും കൂടിയിട്ടുള്ള ഫുഡ് ഒരാളെ വകയാണെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അതുപോലെ നമുക്കും ഇതുപോലെ കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ, ആമീൻ. അങ്ങനെ നമ്മളിതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദുആയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ എഴുതി കൊടുത്താൽ നമുക്ക് വേണ്ടുന്ന ദുആയൊക്കെ ചെയ്യും. എഴുതിയതെല്ലാം എന്തൊക്കെ എഴുതി കൊടുത്തനോ അതൊക്കെ ഇവർ പേര് പറഞ്ഞിട്ട് ദുആ ചെയ്യും. അങ്ങനെ നമ്മളെ കാര്യങ്ങളെല്ലാം നമ്മളും ഇതുപോലെ എഴുതി കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചിന്. പിന്നെ ഇതുപോലെ പൈസ ആവശ്യത്തിനുള്ള, ഭക്ഷണത്തിനുള്ള ഒന്നല്ല, ഇത് അവർക്ക് യത്തീംകുട്ടികൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പൈസയാണ് ഇവിടെ കൊടുക്കുന്നത്. അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ടായിന് എല്ലാവരും. അങ്ങനെ നമ്മളെ അത്തിപ്പഴം, ഇവിടെ ഇഷ്ടംപോലെ അത്തിപ്പഴത്തിൻ്റെ മരമുണ്ട്. ഇനി ഇപ്പോൾ നിസ്കാരത്തിലേക്ക് പോകാൻ, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നിസ്കാര റൂമിലേക്ക് പോവാണ്. അത് കുറച്ചപ്പുറത്താണ്. കുറേ ബിൽഡിംഗ് ഉണ്ട് ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ബോർഡിംഗ് ആണുള്ളത്. ഞാൻ അതെല്ലാം കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഒരു ഭയങ്കര സങ്കടമായിപ്പോയി അവിടുത്തെ പിള്ളേരൊക്കെ കണ്ടപ്പോൾ. പിന്നെ നമ്മൾ നിസ്കാര റൂമിലേക്ക് വന്നിട്ട് നിസ്കരിക്കാനുള്ളവരൊക്കെ നിസ്കരിച്ചു. ബാക്കിയുള്ളവരൊക്കെ വുളു ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ദുആയിലേക്കാണ് പോകുന്നത്. ദുആ ഹാളാണിത്. ദുആ ചെയ്യുന്ന ആളെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഇതുപോലെ ഒരു മറയത്ത് ഇപ്പുറത്ത് സ്ത്രീകളും അപ്പുറത്ത് പുരുഷന്മാരും, അങ്ങനത്തെ രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ സ്ത്രീകളും കുട്ടികളാണ് ഉള്ളത്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഭാഗത്ത് പുരുഷന്മാരുമാണ്. അങ്ങനെ ദുആ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد
بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد آمين 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 അങ്ങനെ ദുആയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ അതിന് ശേഷം ഫുഡ് കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ നമ്മൾ ആദ്യമേ കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടുന്ന് ദുആയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ വന്നാൽ ഇതന്നെ ദുആ ചെയ്യൽ, നമുക്ക് അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദുആ ചെയ്യിപ്പിക്കൽ, ഇതെല്ലാം തന്നെയാണ്. അയ്യത്തിയും കുട്ടികൾ ദുആ ചെയ്താൽ തന്നെ നമ്മളെല്ലാ അസുഖങ്ങളും എല്ലാ കാര്യങ്ങളെല്ലാം ശരിയാവും എന്നല്ലേ. അങ്ങനെ നമ്മൾ അവിടുന്ന് മടങ്ങിയിട്ടുണ്ടായിന്. ഇനി അവിടുന്ന് ശേഷമുള്ള സ്ഥലങ്ങളിലെല്ലാം പോയ വീഡിയോ പുതിയ വരും. ഓക്കെ, ബൈ.